പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 തുല്യത ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഡു യു വാണ്ട് ടു നോ ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്? ഡു യു വാണ്ട് ടു നോ, നിനക്ക് അറിയണമോ ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ഈസി ടു വിഷ് ഫോർ ദി സ്റ്റാർസ്, ബട്ട് ഇറ്റ് ടേക്സ് മോർ ദാൻ വിഷസ് ടു ബി സക്സസ്ഫുൾ. ഇറ്റ് ഈസ് ഈസി ടു വിഷ് ഫോർ ദി സ്റ്റാർസ്. നക്ഷത്രങ്ങളെ ആഗ്രഹിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ബട്ട് ഇറ്റ് ടേക്സ് മോർ ദാൻ വിഷസ് ടു ബി സക്സസ്ഫുൾ. പക്ഷേ വിജയിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, ആഗ്രഹത്തേക്കാൾ കൂടുതൽ അതിനുവേണ്ടി ധാരാളം പരിശ്രമിക്കേണ്ടതുണ്ട്. മെനി പീപ്പിൾ ഹാവ് ഹെൽപ്ഡ് മില്യൺസ് അറൗണ്ട് ദി വേൾഡ് ടു ചേഞ്ച് ദെയർ ലീവ്സ് ആൻഡ് ബിക്കം സക്സസ്ഫുൾ. മെനി പീപ്പിൾ ഹാവ് ഹെൽപ്ഡ് മില്യൺസ് അറൗണ്ട് ദി വേൾഡ്. ലോകത്തിന് ചുറ്റുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. എന്തിന്? ടു ചേഞ്ച് ദെയർ ലീവ്സ്, അവളുടെ ജീവിതം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, മാറ്റിമറിക്കുന്നതിന് വേണ്ടി. ആൻഡ് ബിക്കം സക്സസ്ഫുൾ, അതുപോലെ തന്നെ വിജയിക്കുന്നതിന് വേണ്ടിയും. ഇൻസ്പയറിംഗ് ആൻഡ് ഈസി ടു റീഡ്, ദീസ് ആർട്ടിക്കിൾ ടെൽസ് യു ഹൗ ദി ഡ്രീം ഓഫ് കൺസ്ട്രക്റ്റിംഗ് ദ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് കം ടു ബി എ റിയാലിറ്റി. ഇൻസ്പയറിംഗ്, പ്രചോദിപ്പിക്കുന്നതും, ആൻഡ് ഈസി ടു റീഡ്, വായിക്കാൻ വളരെ എളുപ്പമുള്ളതുമായ ദീസ് ആർട്ടിക്കിൾ, ഈ ലേഖനം, ടെൽസ് യു, നിങ്ങളോട് പറയുന്നു, ഹൗ ദി ഡ്രീം ഓഫ് കൺസ്ട്രക്റ്റിംഗ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്, എങ്ങനെയാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം എന്ന സ്വപ്നം കെയിം ടു ബി എ റിയാലിറ്റി, യാഥാർത്ഥ്യമായി എന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ, പ്രചോദിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടെ എഴുത്തുകാരൻ നൽകുന്നു. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ടറി പാർട്ട്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആൻ എഞ്ചിനീയർ നെയ്മഡ് ജോൺ റൂബ്ലിംഗ് was inspired by an idea of building a magnificent suspension bridge connecting New York with the Long Island. An engineer named John Roebling. John Roebling എന്ന പേരുള്ള ഒരു എഞ്ചിനീയർ was inspired, അദ്ദേഹം പ്രചോദിതനായി, by an idea, അദ്ദേഹത്തിനൊരു ആശയം ഉദിച്ചു, ഓഫ് ബിൽഡിംഗ്, ഒരു കെട്ടിടത്തിൻ്റെ, ഒരു ബിൽഡിങ്ങിൻ്റെ, ആൻഡ് മാഗ്നിഫിഷ്യൻ്റ്, ഗംഭീരമായിട്ടുള്ള, സസ്പെൻഷൻ ബ്രിഡ്ജ്, തൂക്കുപാലം, കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ദി ലോങ് ഐലൻഡ്, ന്യൂയോർക്ക് എന്ന പട്ടണത്തെയും നഗരത്തെയും അതുപോലെ തന്നെ ലോങ് ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലം എന്ന ഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മാണത്തെക്കുറിച്ച് ഒരാശയം ജോൺ റൂബ്ലിംഗ് എന്ന എഞ്ചിനീയർക്ക് ഉദിച്ചു, അല്ലെങ്കിൽ മനസ്സിൽ തോന്നി. ഹീ ഹാഡ് പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ to the bridge building experts throughout the world, but no one was interested even to think about it further and asked John to forget it. He had put forward his idea. ജോൺ റൂബ്ലിംഗിൻ്റെ ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എവിടേക്ക്? ഓൺ ദി ബ്രിഡ്ജ് ബിൽഡിംഗ് എക്സ്പേർട്സ്, ഇങ്ങനെ പാലങ്ങൾ നിർമ്മിക്കുന്ന എക്സ്പേർട്ടുകൾക്ക് മുമ്പിലേക്ക് വെച്ചു. ത്രൂ ഔട്ട് ദി വേൾഡ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബിൽഡിംഗ് എക്സ്പേർട്സിന്, ബ്രിഡ്ജ് ബിൽഡിംഗ് എക്സ്പേർട്ടിന് മുമ്പിൽ സമർപ്പിച്ചു. ബട്ട് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ്, പക്ഷേ ഒരാളും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല, ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈവൻ ടു തിങ്ക്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും. എബൌട്ട് ദി ഫർദർ ആൻഡ് ആസ്ക്ഡ് ജോൺ ടു ഫോർഗെറ്റ് ഇറ്റ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കൂടാതെ അവരത് ജോൺ റൂബ്ലിങ്ങിനോട് അതിനെക്കുറിച്ച് മറക്കാനാണ് ആവശ്യപ്പെട്ടത്. അക്കോർഡിംഗ് ടു ദം ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, സംതിങ് വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ് ബിഫോർ ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അക്കോർഡിംഗ് ടു ദം,
അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, ഈ എക്സ്പേർട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു ദൗത്യമാണ്. സംതിങ്, ചില കാര്യങ്ങൾ വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ് ബിഫോർ, ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ, ഇത് നടക്കുന്ന കാര്യവുമല്ല എന്നാണ് അവരുടെ ഒപ്പീനിയൻ. റൂബ്ലിംഗ് however was determined and would not think of ignoring his dream. റൂബ്ലിംഗ് however was determined, എന്നാൽ നമ്മുടെ റൂബ്ലിംഗ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡിറ്റർമിൻഡ് ആണ്, നിശ്ചയദാർഢ്യമുള്ള വ്യക്തിയാണ്. ആൻഡ് വുഡ് നോട്ട് തിങ്ക്, അദ്ദേഹം അത് തയ്യാറായിരുന്നില്ല, ചിന്തിക്കാൻ പോലും, ഓഫ് ഇഗ്നറിങ്, ഇതിനെക്കുറിച്ച് മറക്കാൻ, വിട്ടുകൊടുക്കാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഹിസ് ഡ്രീം, അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നം. സെക്കൻഡ് പാരഗ്രാഫ്. ഹീ തോട്ട് അബൌട്ട് ഇറ്റ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സംവൺ ഹൂ വുഡ് ബിലീവ് ഇൻ ഹിസ് ഐഡിയ. നമ്മുടെ ജോൺ റൂബ്ലിംഗ് അദ്ദേഹം തോട്ട് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഡേ ആൻഡ് നൈറ്റ്, രാപ്പകലുകളോളം, രാവും പകലും. ആൻഡ് വാണ്ടഡ് ടു ഷെയർ, എന്നിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. വിത്ത് സംവൺ ഹൂ വുഡ് ബിലീവ് ഇൻ ഹിസ് ഐഡിയ, അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ഈ ആശയം കൈമാറാനായിട്ട് അദ്ദേഹം രാപ്പകലുകളോളം ചിന്തിച്ചുകൊണ്ട് ആഗ്രഹിച്ചു. ജോൺസ് സൺ വാഷിങ്ടൺ വാസ് എ നേവ് എഞ്ചിനീയർ ദെൻ. ജോൺ റൂബ്ലിംഗിൻ്റെ മകൻ വാഷിങ്ടൺ വാസ് എ നെയ്വ്, ഒരു തുടക്കക്കാരൻ മാത്രമാണ്. വാസ് എ നെയ്വ്, തുടക്കക്കാരൻ എഞ്ചിനീയർ ദെൻ, തുടക്കക്കാരനായ എഞ്ചിനീയറാണ് അദ്ദേഹത്തിൻ്റെ മകനായ വാഷിങ്ടൺ. ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ദി ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. അദ്ദേഹത്തിൻ്റെ മകൻ വാഷിങ്ടൺ, ഹി ട്രസ്റ്റഡ്, അദ്ദേഹം വിശ്വസിച്ചു, ഹിസ് ഫാദേഴ്സ് വിഷൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടിലെ. ആൻഡ് ബിലീവ്ഡ്, അതുപോലെ തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും അതിൽ ഉൾക്കൊണ്ടു, വിശ്വസിച്ചു. ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്, തീർച്ചയായിട്ടും പാലം പണിയാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. ജോൺ ആൻഡ് വാഷിങ്ടൺ വർക്കിംഗ് ടുഗദർ ഫോർ ദി ഫസ്റ്റ് ടൈം ഡെവലപ്ഡ് കൺസെപ്റ്റ്സ് ഓഫ് ഹൗ ദി ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. ജോണും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വാഷിങ്ടണും വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് ഫോർ ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ്. ഡെവലപ്ഡ് കൺസെപ്റ്റ്സ് ഓഫ് ഹൗ ദി ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്, അവർ രണ്ടുപേരും ചേർന്ന് ഡെവലപ്ഡ് കൺസെപ്റ്റ്, ആശയം രൂപീകരിച്ചു, ആശയങ്ങൾ സ്വരൂപിച്ചു. ഹൗ ദി ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്, എങ്ങനെ ആണ് പാലം നിർമ്മിക്കേണ്ടത് എന്നുള്ള ആശയം അവർ രണ്ടുപേരും സ്വരൂപിച്ചു. എ ബിഗ് ചാലഞ്ച് ലേ ബിഫോർ ദം ബട്ട് ദേ വെയർ റെഡി ടു ഫേസ് ഇറ്റ് ആസ് ദേ ഹാഡ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ ഡീപ്പ് ഇൻ ദെയർ ഹാർട്ട്. എ ബിഗ് ചാലഞ്ച്, വലിയൊരു വെല്ലുവിളി തന്നെ, ലേ ബിഫോർ ദം, അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ബട്ട് ദേ വെയർ റെഡി ടു ഫേസ്, എന്നാൽ അവരത് നേരിടാൻ തയ്യാറായിരുന്നു. ആസ് ദേ ഹാഡ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ ഡീപ്പ് ഇൻ ദെയർ ഹാർട്ട്, അവർക്ക് ആവേശം ഉണ്ടായിരുന്നു. ആൻഡ് ഇൻസ്പിറേഷൻ, പ്രചോദനവും. ഡീപ്പ് ഇൻ ദെയർ ഹാർട്ട്, അവരുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ തന്നെ പ്രചോദനവും ആവേശവും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും അതിനെ നേരിടാൻ അവർ തയ്യാറുമായിരുന്നു. ദേ ഹയേർഡ് ദെയർ ക്രൂ ആൻഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദെയർ ഡ്രീം ബ്രിഡ്ജ് ബിഗാൻ ഓൺ January 3rd, 1870. ദേ ഹയേർഡ് ദെയർ ക്രൂ, അവരുടെ തൊഴിലാളികളുടെ ഗ്രൂപ്പിനെ അവർ വാടകയ്ക്കെടുത്തു. ഹയർ, വാടകയ്ക്ക്. ദെയർ ക്രൂ, തൊഴിലാളികളുടെ ഗ്രൂപ്പിനെ. ആൻഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദെയർ ഡ്രീം ബ്രിഡ്ജ്, അവരുടെ സ്വപ്ന പാലം അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ബിഗാൻ ഓൺ, അത് ആരംഭിച്ചു, തുടങ്ങുകയാണ്. January 3rd, 1870, ജനുവരി 3, 1870 അതിൻ്റെ പ്രവർത്തനം, നിർമ്മാണം തുടക്കം കുറിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്.
The project started well, but after a year, a tragic accident at the site took John Drubling's life. The project started well. ആ പദ്ധതി വളരെ ഭംഗിയായി തന്നെ ആരംഭിച്ചു. ബട്ട് ആഫ്റ്റർ എ ഇയർ, പക്ഷേ ഒരു വർഷത്തിന് ശേഷം, എ ട്രാജിക് ആക്സിഡൻറ്റ്, വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു അപകടം അറ്റ് ദ സൈറ്റ്, ആ സൈറ്റിൽ വെച്ച് തന്നെ നടന്നു. ജോൺ റൂബ്ലിങ്സ് ലൈഫ്, ആ അപകടത്തിൽ ജോൺ റൂബ്ലിങ്ങിൻ്റെ ജീവിതം തന്നെ ആ സൈറ്റിൽ വെച്ച് തന്നെ നഷ്ടമായി, മരണപ്പെട്ടു. ഹെൻസ് വാഷിങ്ടൺ ടുക്ക് ഓവർ ആൻഡ് വാസ് ഇൻ ചാർജ് ഓഫ് ദി ബ്രിഡ്ജ്. അദ്ദേഹത്തിൻ്റെ മകൻ വാഷിങ്ടൺ ടുക്ക് ഓവർ, ഏറ്റെടുക്കുകയുണ്ടായി. ആൻഡ് വാസ് ഇൻ ചാർജ്, അതിൻ്റെ നേതൃസ്ഥാനം, ഓഫ് ദി ബ്രിഡ്ജ്, ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ നേതൃസ്ഥാനം അദ്ദേഹത്തിൻ്റെ മകൻ വാഷിങ്ടൺ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഹവർ ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് വാഷിങ്ടൺ ടു സഫേർഡ് എ പാരലൈസിങ് ഇഞ്ചുറി. ഹവർ അങ്ങനെ ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, വാഷിങ്ടൺ ടു സഫേർഡ് എ പാരലൈസിങ് ഇഞ്ചുറി, അദ്ദേഹത്തിനും എന്ത് സംഭവിച്ചു? പാരലൈസിങ് ഇഞ്ചുറി, തളർത്തുന്ന രൂപത്തിലുള്ള ഒരു മുറിവ് അദ്ദേഹത്തിനും അപകടം സംഭവിച്ചു ആ സൈറ്റിൽ വെച്ച് തന്നെ. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക്, അദ്ദേഹത്തിന് നടക്കുവാനോ സംസാരിക്കുവാനോ കഴിയുമായിരുന്നില്ല. വിത്ത് നോ വൺ ടു സൂപ്പർവൈസ് ദ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ്ഡ്. വിത്ത് നോ വൺ ടു സൂപ്പർവൈസ്, ആരും തന്നെ ഈ മേൽനോട്ടം വഹിക്കാനായിട്ട്, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ്ഡ്, പാലത്തിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. എവറി വൺ അറൗണ്ട് ദി വേൾഡ് വാസ് നെഗറ്റീവ് അബൌട്ട് ദി ഫ്യൂച്ചർ ഓഫ് ദി പ്രോജക്റ്റ് ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓഫ് ആസ് ഓൺലി ദ റൂബ്ലിങ്സ് ന്യൂ ദ പ്ലാൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ്. എവറി വൺ അറൗണ്ട് ദി വേൾഡ്, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മുഴുവൻ ആളുകളും, എവറി വൺ, വാസ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അബൌട്ട് ദി ഫ്യൂച്ചർ ഓഫ് ദി പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്നത്. ആൻഡ് ഫെൽറ്റ് ദാറ്റ്, അതുകൊണ്ട് തന്നെ തോന്നി, ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓഫ്, ഇത് നിർത്തിവെക്കണം എന്ന് തന്നെ തോന്നി. ആസ് ഓൺലി ദ റൂബ്ലിംഗ് ന്യൂ, റൂബ്ലിങ്ങിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ദ പ്ലാൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ്, ബ്രിഡ്ജിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്ലാനുകളും പദ്ധതിയെക്കുറിച്ചും റൂബ്ലിങ്ങിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ദീസ് റിമാർക്സ് ഹാർട്ട് ആൻഡ് ഷോക്ക്ഡ് വാഷിങ്ടൺ ഹൂ ലേ സ്റ്റിൽ ഓൺ ദി ഹോസ്പിറ്റൽ ബെഡ്. ദീസ് റിമാർക്സ്, ഈ അഭിപ്രായങ്ങൾ, ഹാർട്ട് വളരെ വേദനിപ്പിച്ചു, ആൻഡ് ഷോക്ക്ഡ് വളരെ പ്രയാസമുണ്ടാക്കി വാഷിങ്ടണ്. എന്താണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഓരോരുത്തരും ഈ പ്രോജക്റ്റിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രതിപാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായങ്ങൾ വാഷിങ്ടനെ വളരെയധികം വേദനയും അതുപോലെ തന്നെ ഷോക്കും ഉണ്ടാക്കി. ഹൂ ലേ സ്റ്റിൽ ഓൺ ദി ഹോസ്പിറ്റൽ ബെഡ്, അദ്ദേഹം ഇപ്പോഴും കിടക്കുകയാണ്, സ്റ്റിൽ ഓൺ ദി ഹോസ്പിറ്റൽ ബെഡിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഹിസ് ഡിസയർ ആൻഡ് എൻതൂസിയാസം വാസ് സ്റ്റിൽ അലൈവ്. ഹിസ് ഡിസയർ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും, ആൻഡ് എൻതൂസിയാസം, അത്യാവേശവും, വാസ് സ്റ്റിൽ അലൈവ്, ഇപ്പോഴും തുടിക്കുകയാണ്, ലൈവായി നിൽക്കുകയാണ്. ഹീ വാണ്ടഡ് ടു ഗെറ്റ് അപ്പ് ആൻഡ് കണ്ടിന്യൂ ഹിസ് വർക്ക്, ബട്ട് ഹിസ് ഫിസിക്കൽ കണ്ടീഷൻ ഡിഡ് നോട്ട് അലൗ ഹിം ടു. ഹീ വാണ്ടഡ് ടു ഗെറ്റ് അപ്പ് ആൻഡ് കണ്ടിന്യൂ ഹിസ് വർക്ക്, അദ്ദേഹത്തിന് എഴുന്നേൽക്കുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ബട്ട് ഹിസ് ഫിസിക്കൽ കണ്ടീഷൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, ഡിഡ് നോട്ട് അലൗ ഹിം ടു, അദ്ദേഹത്തെ അനുവദിക്കുന്നുമില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ ആൻഡ് ദിസ് ഗേവ് ഹിം ആൻ ഐഡിയ. വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ, വാഷിങ്ടൻ്റെ ഒരു വിരൽ മാത്രമേ അനങ്ങുന്നുള്ളൂ. ആൻഡ് ദിസ് ഗേവ് ഹിം ആൻ ഐഡിയ, ഇതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. ഹീ കോൾഡ് ഹിസ് വൈഫ് എമിലി ആൻഡ് ടാപ്ഡ് ഓൺ ഹെർ ആം ഇൻഡിക്കേറ്റിംഗ് ഹർ ടു കോൾ ബാക്ക് ദ ക്രൂ
ആൻഡ് ദി എൻജിനീയേഴ്സ്. നമ്മുടെ വാഷിങ്ടൺ ഹി കോൾഡ് ഹിസ് വൈഫ് എമിലി, അദ്ദേഹത്തിൻ്റെ ഭാര്യ എമിലിയെ വിളിച്ചിട്ട് ആൻഡ് ടാപ്പ്ഡ് തട്ടി ഓൺ ഹെർ ആം, അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ, ഇൻഡിക്കേറ്റിംഗ് സൂചന നൽകിക്കൊണ്ട്, ഹർ ടു കോൾ വിളിക്കാനായിട്ട്, ബാക്ക് ദ ക്രൂ ആൻഡ് ദി എൻജിനീയേഴ്സ് ആ തൊഴിലാളി ഗ്രൂപ്പിനെയും അതുപോലെ തന്നെ എൻജിനീയേഴ്സിനെയും തിരികെ വിളിക്കാനായിട്ട് നിർദ്ദേശം നൽകി. ദീസ് വർക്ക്ഡ് വെൽ ആസ് എമിലി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാഷിങ്ടൺസ് ഇൻഡിക്കേഷൻസ് ബൈ ജസ്റ്റ് ദി ടാപ്പിംഗ് ഓൺ ഹിസ് ഫിംഗർ. ദീസ് വർക്ക്ഡ് വെൽ ആസ് എമിലി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാഷിങ്ടൺസ് ഇൻഡിക്കേഷൻസ്. വാഷിങ്ടൺ നൽകുന്ന സൂചനകൾ മനസ്സിലാകാനായിട്ട് ആരംഭിച്ചു എമിലിക്ക്. എങ്ങനെ? ഈ ഒരു വർക്ക്, കയ്യിൽ തട്ടിക്കൊണ്ടുള്ള ഈ ഒരു ആക്ഷൻ. ബൈ ജസ്റ്റ് ദ ടാപ്പിംഗ് ഓഫ് ഹിസ് ഫിംഗർ, അദ്ദേഹത്തിൻ്റെ വിരൽ കൊണ്ട് എമിലി ഭാര്യയുടെ കൈവെള്ളയിൽ ടാപ്പ് ചെയ്യും, തട്ടിക്കൊണ്ട് നൽകുന്ന ഈ സൂചനകൾ, വാഷിങ്ടൺ നൽകുന്ന ഈ സൂചനകൾ അത് അവൾക്ക് മനസ്സിലാകുകയും അതുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഷീ കൺവേയ്ഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ് to the engineers and soon the construction of the bridge was back at full swing. She conveyed, അവൾ അറിയിച്ചു, ഹിസ് ഇൻസ്ട്രക്ഷൻ, നമ്മുടെ വാഷിങ്ടൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ, ടു ദി എൻജിനീയേഴ്സ്, എൻജിനീയർമാർക്ക്, ആൻഡ് സൂൺ ദി കൺസ്ട്രക്ഷൻ, പെട്ടെന്ന് തന്നെ നിർമ്മാണം, ഓഫ് ദി ബ്രിഡ്ജ്, പാലത്തിൻ്റെ നിർമ്മാണം, വാസ് ബാക്ക് അറ്റ് ഫുൾ ഫീൽ, അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക്, ഫുൾ സ്വിങ്ങിലേക്ക് അത് തിരിച്ചെത്തി. പ്രവർത്തനം വളരെ ഉഷാറാകാൻ തുടങ്ങി. ഫോർ ദ നെക്സ്റ്റ് 11 years വാഷിങ്ടൺ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ബൈ ടാപ്പിംഗ് ഓൺ എമിലീസ് ആം ആൻഡ് ഷീ പേഷ്യൻ്റ്ലി ഡീകോഡഡ് ഹിസ് മെസ്സേജസ് ആൻഡ് റിലേയ്ഡ് ദം ടു ദി ക്രൂ. അടുത്ത 11 വർഷക്കാലം വാഷിങ്ടൺ ഗേവ് ഇൻസ്ട്രക്ഷൻ, വാഷിങ്ടൺ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകി, ബൈ ടാപ്പിംഗ് ഓൺ എമിലീസ് ആം, എമിലിയുടെ കൈകളിൽ തട്ടിക്കൊണ്ട് തന്നെ, ആൻഡ് ഷീ പേഷ്യൻ്റ്ലി, വളരെ ക്ഷമയോടുകൂടി അവൾ, എമിലി വൈഫ്, ഡീകോഡഡ്, അത് എന്താക്കി, ഡീകോഡഡ് ഹിസ് മെസ്സേജസ്, അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജുകൾ സാധാരണ ഭാഷയിലാക്കി, ഡീകോഡഡ് അത് മാറ്റി സാധാരണ ഭാഷയിലേക്ക് മാറ്റി ഈ മെസ്സേജുകൾ നൽകി. ആൻഡ് റിലേയ്ഡ്, കൈമാറി ദം ടു ദി ക്രൂ, നിർമ്മാണ തൊഴിലാളികൾക്ക്, ഗ്രൂപ്പിന് ഈ ആശയങ്ങൾ കൈമാറിക്കൊണ്ടേയിരുന്നു. ദ ബ്രിഡ്ജ് വാസ് ഫൈനലി കംപ്ലീറ്റഡ് ആൻഡ് ഓപ്പൺഡ് വിത്ത് എ ബിഗ് സെലിബ്രേഷൻ ഇൻ മെയ് 1883. അങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ഫൈനലി അവസാനം കംപ്ലീറ്റഡ്, പൂർത്തിയായി. ആൻഡ് ഓപ്പൺഡ്, ഇത് തുറന്നു, വിത്ത് എ ബിഗ് സെലിബ്രേഷൻ, വലിയ ഒരു ആഘോഷത്തോടു കൂടി, ഇൻ മെയ് 1883, 1883 മെയ് മാസത്തിലാണ് ഇതിൻ്റെ ഓപ്പണിങ് നടന്നിട്ടുള്ളത്. ജനുവരി 3, 1870 ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. 13 വർഷം കൊണ്ട്, 13 വർഷവും അതുപോലെ തന്നെ എത്ര മാസം, 5 മാസവും എടുത്തുകൊണ്ടാണ് ഈ ബ്രിഡ്ജ്, ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ടുഡേ ദ 5,989 feet Brooklyn Bridge stands over the East River as a tribute to the victory of John and Washington's strong spirit, willpower and determination. Today, ഇന്ന് 5,989 ഫീറ്റ്, ഏകദേശം 2 കിലോമീറ്ററിന് അടുത്ത്, 2 കിലോമീറ്ററോളം ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന പാലം സ്റ്റാൻഡ്സ്, നിലകൊള്ളുന്നു, തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. ദ ഈസ്റ്റ് റിവർ, കിഴക്ക് നദിയുടെയും, ആസ് എ ട്രിബ്യൂട്ട്, ഒരു കൃതജ്ഞതയായിട്ടുണ്ട്, ഒരു തെളിവായിക്കൊണ്ട്, ടു ദ വിക്ടറി ഓഫ് ജോൺസ് ആൻഡ് വാഷിങ്ടൺ സ്ട്രോങ് സ്പിരിറ്റ്, വളരെ ശക്തമായ ഉത്സാഹത്തിൻ്റെ, ജോണിൻ്റെയും വാഷിങ്ടൻ്റെയും ശക്തമായ ഉത്സാഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു കൃതജ്ഞതയായിട്ട് ഈസ്റ്റ് റിവറുടെ മുകളിൽ ഈ പാലം വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നു. ആൻഡ് വിൽ പവർ, അതുപോലെ തന്നെ ഇച്ഛാശക്തി, മനഃശക്തിയുടെയും, ആൻഡ് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനത്തിൻ്റെയും. ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു ദി എൻജിനീയേഴ്സ് ഹൂ ഹാഡ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇൻ എ മാൻ ഹൂ
who was half paralyzed and was considered silly by half of the world. ഈ ബ്രിഡ്ജ് മറ്റൊരു കൃതജ്ഞ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട്. ഇത് മറ്റൊരു കൃതജ്ഞ കൂടിയാണ് ടു ദ എൻജിനീയർമാരുടെ. ഹൂ ഹാഡ് ഫെയ്ത്ത്, അവർ വിശ്വസിച്ചവരാണ്. ആൻഡ് ട്രസ്റ്റ് ഇൻ എ മാൻ, ഒരു മനുഷ്യനിൽ അവർ അങ്ങേയറ്റം വിശ്വാസം അർപ്പിച്ചവരാണ്. ഹു വാസ് ഹാഫ് പാരലൈസ്ഡ്, പാതി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ. ആൻഡ് വാസ് കൺസിഡേർഡ്, തീർച്ചയായിട്ടും പരിഗണിക്കുന്നു. സില്ലി ബൈ ഹാഫ് ഓഫ് ദി വേൾഡ്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ പകുതിയോളം നിരാശപ്പെടുത്തിയപ്പോഴും ആ പാതി തളർന്നു കിടക്കുന്ന മനുഷ്യനെ പരിഗണിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ എൻജിനീയേഴ്സിനുള്ള ഒരു കൃതജ്ഞ കൂടിയാണ് ഈ പാലം. The bridge also reflects the love and affection of Emily towards her husband. അതുപോലെ തന്നെ the bridge also, ഈ പാലം പ്രതിഫലിക്കുന്നു the love and affection, സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഓഫ് എമിലിയുടെ towards her husband, അവരുടെ ഭർത്താവിന് നേരെയുള്ള ഭാര്യയുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതിഫലനമായിട്ടും ഈ പാലം നിലനിൽക്കുന്നു. ഇതാണ് ഈ പാലത്തിനെ കുറിച്ചുള്ള ട്രിബ്യൂട്ട്, കൃതജ്ഞത. 3 കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ്. ദി സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് പോർട്രേസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹാവിങ് എ വിഷൻ, ബിലീവിങ് ഇൻ ഇറ്റ് ആൻഡ് ദെൻ പെർസ്യൂയിങ് ഇറ്റ് വിത്ത് എ നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ്. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ പോർട്രേസ് ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ വർണ്ണിക്കുന്നു എ വെരി ഗുഡ് എക്സാമ്പിൾ, വളരെ നല്ലൊരു ഉദാഹരണമായിട്ടാണ്, ഓഫ് ഹാവിങ് എ വിഷൻ, ഒരു നല്ല കാഴ്ചപ്പാടിൻ്റെയും, ബിലീവിങ് ഇൻ ഇറ്റ്, അതിനകത്തുള്ള വിശ്വാസത്തിൻ്റെയും, ആൻഡ് ദെൻ പെർസ്യൂയിങ്, അതിൻ്റെ പരിശ്രമത്തിൻ്റെയും അല്ലെങ്കിൽ പിന്തുടരുന്നതിൻ്റെയും, ഇറ്റ് വിത്ത് എ നെവർ സേ ഡൈ, ഒരിക്കലും മടുപ്പ് തോന്നാത്ത രൂപത്തിലുള്ള ഒരു പിന്തുടർച്ചയുടെയും പരിശ്രമത്തിൻ്റെയും ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിൻ്റെയാണ് ഇവിടെ കാഴ്ചപ്പാടിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും ഒരിക്കലും മടുപ്പ് വരാത്ത രൂപത്തിലുള്ള ആ മനോഭാവം, അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നോ മാറ്റർ വാട്ട് ഒബ്സ്റ്റക്കിൾസ് യു ഫേസ്, ഇഫ് യു ഹാവ് എ ഡ്രീം ദെൻ ഗോ ഹെഡ് ആൻഡ് ഫുൾഫിൽ ഇറ്റ്. ഇനി നമുക്കുള്ളൊരു അഡ്വൈസാണ്, നോ മാറ്റർ വാട്ട് ഒബ്സ്റ്റക്കിൾ യു ഫേസ്, നിങ്ങൾ എന്ത് തടസ്സങ്ങൾ അഭിമുഖീകരിക്കുകയാണെന്നുണ്ടെങ്കിലും നോ മാറ്റർ, അതൊരു പ്രശ്നമേ അല്ല, ആക്കരുത്. ഇഫ് യു ഹാവ് എ ഡ്രീം, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, ദെൻ ഗോ എഹെഡ്, നിങ്ങൾ മുന്നോട്ട് പോവുക, ആൻഡ് ഫുൾഫിൽ, അത് പൂർത്തീകരിക്കുക. ഹാവ് സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ആൻഡ് ബി ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്. അതുപോലെ തന്നെ ഹാവ് സ്ട്രെങ്ത് ഓഫ് മൈൻഡ്, മനസ്സിന് നല്ല ശക്തിയുണ്ടോ, ആൻഡ് ബി ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്, ജീവിതത്തിൽ ഉറച്ച തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടോ, തീർച്ചയായിട്ടും നമുക്ക് ഒരു തടസ്സങ്ങളും പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദ നെയിംസ് ഓഫ് ജോൺ റൂബ്ലിങ്ങിൻ്റെ പേരും വാഷിങ്ടൺ റൂബ്ലിങ്ങിൻ്റെ പേരും ആൻഡ് എമിലി വാറൻ റൂബ്ലിങ്, എമിലിയുടെ പേരും ആർ ഇൻസ്ക്രൈബ്ഡ്, എഴുതി വെച്ചിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്, ഓൺ ദി ബ്രിഡ്ജ് ആസ് ഇറ്റ്സ് ബിൽഡേഴ്സ്, ഇവരാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് പാലത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ പാഠത്തിൻ്റെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് സമ്മറിയിലേക്ക് കടക്കാം. ഓക്കെ, ദി സമ്മറി ഓഫ് ദി സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ എന്ന കഥയുടെ സമ്മറിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഈസ് എ സിംബൽ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് വിക്ടറി. വിജയത്തിൻ്റെയും ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനത്തിൻ്റെയും സിംബലാണ്, അടയാളമാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇറ്റ് ഈസ് എ മാഗ്നിഫിഷ്യൻ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ദി ലോങ് ഐലൻഡ്. ഇറ്റ് ഈസ് എ മാഗ്നിഫിഷ്യൻ്റ്, ഇതൊരു ഗംഭീരമായിട്ടുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ്, തൂക്കുപാലമാണ്. കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ദി ലോങ് ഐലൻഡ്, ന്യൂയോർക്ക് നഗരത്തെയും ലോങ് ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ്, ഗംഭീരമായ തൂക്കുപാലമാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ആൻ എൻജിനീയർ നെയ്മഡ് ജോൺ റൂബ്ലിംഗ് പുട്ട് ഫോർവേഡ് ദിസ് ഐഡിയ. ജോൺ റൂബ്ലിംഗ് എന്നു പേരുള്ള ഒരു എൻജിനീയറാണ്
ഈ ആശയം മുന്നോട്ട് വെച്ചത്. ബട്ട് നോബഡി ഇൻ ദി വേൾഡ് സപ്പോർട്ടഡ് ഹിസ് ഐഡിയ. ഒരാളും തന്നെ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഒരാളും തന്നെ നോട്ട് സപ്പോർട്ടഡ് ഹിസ് ഐഡിയ, അദ്ദേഹത്തിൻ്റെ ആശയത്തോട് യോജിച്ചില്ല. ഒരാളും തന്നെ യോജിച്ചില്ല. വാഷിങ്ടൺ റൂബ്ലിംഗ് ജോൺസൺ, എന്നാൽ വാഷിങ്ടൺ റൂബ്ലിംഗ് എന്ന അദ്ദേഹത്തിൻ്റെ ജോൺ റൂബ്ലിങ്ങിൻ്റെ മകൻ വാസ് എ നേവ് എൻജിനീയർ, ഒരു തുടക്കക്കാരനായ എൻജിനീയറാണ്. ഹീ ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ, അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടിനെ, വിഷനെ. ദേ വർക്ക്ഡ് ടുഗദർ ആൻഡ് ഡെവലപ്ഡ് കൺസെപ്റ്റ്സ്, അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചു. വർക്ക്ഡ് ടുഗദർ ആൻഡ് ഡെവലപ്ഡ് കൺസെപ്റ്റ്സ്, ധാരാളം ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെല്ലാം തന്നെ വികസിപ്പിച്ചു. ദേ ഫേസ്ഡ് മെനി ചലഞ്ചസ്, അവർ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. സ്റ്റിൽ ദേ ഹയേർഡ് ദ ക്രൂ ആൻഡ് ബിഗാൻ ദ കൺസ്ട്രക്ഷൻ ഓൺ ജനുവരി 3, 1870. എന്നിട്ടും ദേ ഹയേർഡ്, അവർ വാടകയ്ക്കെടുത്തു, ദ ക്രൂ, നിർമ്മാണ തൊഴിലാളികളെ, ആൻഡ് ബിഗാൻ ടു കൺസ്ട്രക്ഷൻ, നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു, ഓൺ ജനുവരി 3, ജനുവരി 3, 1870. ബട്ട് ആഫ്റ്റർ എ ഇയർ എ ട്രാജിക് ആക്സിഡൻറ്റ് അറ്റ് ദ സൈറ്റ് ടുക്ക് ജോൺസ് ലൈഫ്. ബട്ട് ആഫ്റ്റർ എ ഇയർ, ഒരു വർഷത്തിന് ശേഷം, നിർമ്മാണം തുടങ്ങിയ ഒരു വർഷത്തിന് ശേഷം, എ ട്രാജിക് ആക്സിഡൻറ്റ്, ദുരന്തപൂർണമായ ഒരു അപകടം, അറ്റ് ദ സൈറ്റ് ടുക്ക് ജോൺസ് ലൈഫ്, അത് സംഭവിച്ചത് കാരണം ജോൺസ് റൂബ്ലിങ്ങിൻ്റെ ജീവിതം എടുത്തു കളഞ്ഞു, മരണപ്പെട്ടു പോയി. സോ വാഷിങ്ടൺ ടുക്ക് ഓവർ ദി ചാർജ്, അപ്രകാരം വാഷിങ്ടൺ റൂബ്ലിംഗ് ടുക്ക് ഓവർ, ഏറ്റെടുത്തു, ദ ചാർജ്, ഈ നിർമ്മാണ ചുമതല. ഹവവർ ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് വാഷിങ്ടൺ ടുക്ക് ഹാഡ് എ പാരലൈസിങ് ഇഞ്ചുറി. ഹവവർ, അപ്രകാരം, എന്നിട്ടും, ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, വാഷിങ്ടൺ റൂബ്ലിംഗ് ടു ഹാഡ് എ പാരലൈസിങ് ഇഞ്ചുറി, അദ്ദേഹത്തിനും ഒരു തളർന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു മുറിവ് സംഭവിച്ചു, അപകടം സംഭവിക്കുന്നു. ഹി വാസ് അണേബിൾ ടു വാക്ക് ഓർ ടോക്ക്, അദ്ദേഹത്തിന് സംസാരിക്കാനോ നടക്കുവാനോ കഴിയുമായിരുന്നില്ല. എവരി വൺ തോട്ട് ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് ദി പ്രോജക്റ്റ്. എല്ലാവരും ചിന്തിക്കുന്നത് ദാറ്റ് എന്തെന്ന് വെച്ചാൽ വാസ് ദ എൻഡ് ഓഫ് ദി പ്രോജക്റ്റ്, ഈ പദ്ധതി അവസാനിച്ചു എന്ന് തന്നെയാണ്. ബട്ട് വാഷിങ്ടൺ കുഡ് മൂവ് ഓൺ ഫിംഗർ, വാഷിങ്ടൺ കുഡ് മൂവ് വൺ ഫിംഗർ, അദ്ദേഹത്തിന് ഒരു വിരൽ അനക്കാമായിരുന്നു. ബൈ ദീസ് മീൻസ്, ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട്, ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ട്, ഹി കമ്മ്യൂണിക്കേറ്റഡ്, അദ്ദേഹം ആശയവിനിമയം നടത്തി വിത്ത് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട്. ഷീ റിലേയ്ഡ് ദ ഐഡിയാസ് ടു ദ ക്രൂ, നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ ആശയങ്ങൾ അവൾ കൈമാറി. ദ ബ്രിഡ്ജ് വാസ് ഫൈനലി കംപ്ലീറ്റഡ്, അങ്ങനെ അവസാനം ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായി. ആൻഡ് ഓപ്പൺഡ് വിത്ത് എ ബിഗ് സെലിബ്രേഷൻ, വലിയ ഒരു ആഘോഷത്തോടെ ഇത് തുറന്നുകൊടുത്തു. ഇൻ മെയ് 1883, മെയ് 1883. ഇറ്റ് ടെൽസ് അസ്, ഇത് നമ്മളോട് പറയുന്നത്, ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം, ക്യാൻ ലീഡ് അസ് ടു സക്സസ്, നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ്. ഡിയർ സ്റ്റുഡൻസ്, ഈ ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ സമ്മറി കൃത്യമായിട്ട് എഴുതി വായിച്ച് കൂടുതൽ തവണ വീഡിയോസ് കണ്ട് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.